കുച്ചാണ്ട് പാണം കത്തണുമാ മഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. ചക്കട ചോള കണക്കില് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. എല്ലാവർക്കും സുഖല്ലേ? ചില ആളുകൾ അങ്ങനെയാണ്, മരണത്തിന് പോലും അവരെ തോൽപ്പിക്കാനാകില്ല. കാലത്തെ അതിജീവിച്ച് അവരുടെ ചിരി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. കലാഭവൻ മണിയും മലയാളിക്ക് അക്കൂട്ടത്തിൽ ഒരാളാണ്. ചാലക്കുടിക്കാരൻ ചെങ്ങാതി ഈ ഓണത്തിനും ഒപ്പമുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഏവർക്കും ഇഷ്ടം. എന്നെ കാണേണ്ടത് ഒരിക്കലും ഒരു സിനിമാ താരത്തിനെ കാണുന്ന മാതിരി കാണണ്ട. നിങ്ങളെല്ലാവരും ആ പഴയ ഓട്ടോറിക്ഷ ഓടിക്കണ മണിയെ കണ്ടാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ഈ ഓണക്കാലത്തും നാം കേൾക്കുന്ന നാടൻ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മണിയുടെ ശബ്ദം തന്നെയാണ്. ഉമ്പായി കുച്ചാണ്ട് പ്രാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. ഉമ്പായി കുച്ചാണ്ട് എന്റെ പ്രാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. വയറ് കറ്റാളി എന്റെ കൊടല് കത്തണുമാ പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴാർക്കണുമാ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മണി നാളായി കച്ചൻ കൊഞ്ചി പറയാറില്ലേ. അന്നും ഇന്നും എന്നും ആ പാട്ടുകൾക്കൊപ്പമാണ് മലയാളിയുടെ ഓണം. അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളുണ്ട് പൂക്കളിട്ടു. മലയാളത്തിൽ മാത്രമല്ല, അവർ തമിഴിൽ, കന്നഡയിൽ, തെലുഗിൽ, ഹിന്ദിയിലും ചെയ്തു ഞാൻ വിചാരിക്കുന്നു. ബട്ട് മോർ ദൻ ദാറ്റ് ആൻഡ് ഒവ്വൊരു റോളും ഒവ്വൊരു ലാംഗ്വേജിലും അത് അവരുടെ ലാംഗ്വേജ് പോലെ അഭിനയിച്ചു. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഡൂയിങ് ഡിഫറെൻറ്റ് റോൾസ്. പക്ഷേ ആസ് എ പേഴ്സൺ ഐ തോട്ട് ഹി വാസ് എപ്പോഴും മോർ ദൻ ഡൗൺ ടു. അവർ എപ്പോഴും ലൈക്ക് ഹി വാസ് കൂൾ. എപ്പോഴും പറയും ഞാൻ പെട്ടെന്ന് ഓട്ടോ എടുത്തിട്ട് പോകും, ഇല്ലെങ്കിൽ ഞാൻ മരം കയറി. நான் பார்க்கிறேன், மனசுக்குள்ள சிரிச்சேன். இந்த எலி ஒரு நாள் கோவிலுக்கு போய் சாமியை கும்பிடுச்சான். சாமி சாமி, என்ன யாருக்கிட்ட மாட்டி விட்டாலும் இந்த பூனை கிட்ட மட்டும் மாட்டி விட்டுறதுன்னு வேண்டிக்கிச்சா. ஆனா பூனை வந்துருச்சு. பூனை கிட்ட மாட்டிக்கிட்ட எலி இப்படி முழிக்கும் உன்ன மாதிரி. എപ്പോഴും മിമിക്രി ഒക്കെ ചെയ്യും ഞങ്ങളുടെ ജെമിനി സെറ്റ് ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് ഹീസ് ലൈക്ക് സംബഡി വാസ് വെരി ഫ്രണ്ട്ലി. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്നത് ജെമിനി പടം എനിക്ക് വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ആൻഡ് വൺ ഓഫ് ദ ഫസ്റ്റ് എൻ്റെ കമേഴ്ഷ്യൽ ഹീറോ ആയിട്ട് ഷോ ചെയ്ത പടം. പക്ഷേ ആ പടം ഞാൻ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് വെരി നൈസ് ഫിലിം. എവറിത്തിങ് വാസ് ദെയർ, ലൈക്ക് യുനോ മ്യൂസിക് ആൻഡ് സീൻസ് ആൻഡ് എല്ലാം. പക്ഷേ സംതിങ് ഒരു ചെറിയ മാജിക് എലിമെൻറ്റ് അത് മിസ് ചെയ്തിട്ട് ഇറ്റ് വാസ് മിസ്സിങ്. സോ ഐ ഡോണ്ട് നോ. ആൻഡ് ദെൻ മണിയേട്ട വാസ് ദ തിങ് അവർ വില്ലനായിട്ട് ഇട്ടു. And then we started and it was somewhere in the back of my mind. അപ്പോൾ ലഞ്ച് ബ്രേക്കിൽ അവർ കുറച്ച് മെമിക്രി ചെയ്തു. ഡയറക്ടർ ഗോട്ട് വെരി തിങ് ആൻഡ് വി വർ ഓൾ ലാഫിങ്. പിന്നെ ഡയറക്ടർ വന്ന് ചോദിച്ചു, സാർ அந்த മെമിക്രി நம்ம യൂസ് பண்ணலாம். I said what an idea and you won't believe first scene അവർ അഭിനയിച്ച I think okay ഈ മൂവി ഹിറ്റ് ആവും. வேண்டாம் வேண்டாம் அரே இது குரல் வேணா கிட்ட வெச்சுக்க. Hey. കലാഭവനിലൂടെ വളർന്ന് വെള്ളിത്തിരയിലെ താരസിംഹാസനത്തിലേറിയ മണി അഭിനയിച്ച സിനിമകളിലെല്ലാം തന്റേതായ തിലകക്കുറി ചാർത്തി. ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവുകയും ചെയ്യരുത്, എന്നാൽ എനിക്ക് ഇപ്പൊ കേൾക്കും വേണം. അങ്ങനത്തെ പാട്ട് വേണം. ഇപ്പൊ കേൾക്കണം. സാറ് തന്നെ ഒരുപാട് ത്രില്ലിംഗ് ആയുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പാട്ട് വേണം. ശരി, നല്ല ത്രില്ലിംഗ് ഉള്ള പാട്ട്. നല്ല ത്രില്ലിംഗ്, നല്ല തെറിച്ചു പോണ പാട്ട്. അതെ, മുറുക്കി പിടിച്ചിരുന്നോ? ശരി, അല്ലെങ്കിൽ തെറിച്ചു പോകും.
ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു ഗാനം, ശരി. തണുപ്പത്ത് പാടുന്ന ഗാനം. സൗണ്ട് എന്ന് പറഞ്ഞാൽ ചില്ല് ചില്ലിന്നിരിക്കും, പട്ടി കനാലിലുമുള്ള സൗണ്ട്. ചിക്കപ്പൊക്ക് റെയിലേ, കല്ലക്കെട്ട് പാറത്ത് സ്റ്റൈലേ, ചിക്കവാറ് മയിലേ, ഇപ്പൊ ഓക്കെ ഞാൻ അടിക്കൂല്ലോ. അയ്യോ, ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇത് പോരാ, വേറൊരു വെറൈറ്റി വേണം. വെറൈറ്റി വേണം. വെറൈറ്റി ആയിരിക്കണം. വെറൈറ്റി, ഇത് വെറൈറ്റി ആക്കണം. അതെ അതെ, പാടിത്തരാം. ചിക്കപ്പൊക്ക് റെയിലേ, കലക്കിത് സ്റ്റൈലേ, ചിക്കുവാറ് മയിലേ, ഓക്കെ നടിക്കൂലേ, ചിക്കുവാറ് മയിലേ, ചിക്കപ്പൊക്ക് റെയിലേ റെയിലേ, കലക്കിത് പാറത് സ്റ്റൈലേ സ്റ്റൈലേ, ചിക്കുവാറ് മയിലേ മയിലേ, ചിക്കപ്പൊക്ക് റെയിലേ കലക്കിത് പാറത് സ്റ്റൈലേ ജീൻസ് പാന്റ് കംഫോർട്ടാച്ച് മോട്ടോർ സൈക്കിളിലെ ബന്ധാച്ച്. ഒരു കലാകാരനും മരണമില്ല എന്ന് പറയുന്നത് സത്യമാണ്. കാരണം കാലങ്ങൾക്കപ്പുറത്തേക്ക് ആ കലാകാരൻ ജീവിക്കും. ആ കലാകാരൻ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ആ കലാകാരൻ്റെ കലാപ്രവർത്തനത്തിലൂടെ. മണി ഒരു നടൻ എന്നതിനോടൊപ്പം തന്നെ മണി മനോഹരമായി പാടുന്ന, നാടൻ പാട്ടുകൾ പാടുന്ന ഒരു ഗായകൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നത് നാടൻ പാട്ടുകൾക്ക് ഇങ്ങനെ ഒരു ജനകീയമായ ഒരു സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചത് മണിയുടെ വരവിന് ശേഷമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാർ വരെ നാടൻ പാട്ടുകളുമായിട്ട് വലിയ ബന്ധമില്ലാത്തവർ പോലും നാടൻ പാട്ട് പാടാൻ തുടങ്ങിയതും ആസ്വദിക്കാൻ തുടങ്ങിയതും മണി വന്നതിന് ശേഷമാണ്.